ആക്ഷൻ. എൻ്റെ പേര് ജാസർ. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. ഇൻസ്റ്റാഗ്രാമിൽ കോമഡി വീഡിയോസ് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇങ്ങനെ പോണ്. ഇങ്ങനെ ഇരിക്കണോ? ഇങ്ങനെ ഇരിക്കണോ? ഏത് മൂഡ്? പൊളി മൂഡ്. അച്ഛനൊരു ഷോട്ട് അടിച്ചാല അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പ്രായമുള്ളവരാണ് കഞ്ചാവാണ്. എന്താ കഞ്ചാവാണ്? ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ നേരം പോക്കായിട്ട് ചെയ്തോണ്ടിരുന്നത്. ക്ലാസ്സിലൊക്കെ പോയി ഇങ്ങനെ പിള്ളേരെ വല്ലയിടത്തും തള്ളിയിട്ടിട്ട് ആ വീഡിയോ എടുക്കുക, അങ്ങനത്തെ പരിപാടികളാണ്. ചേട്ടാ ഈ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കാണല്ലേ, ജാസർ ക്ലിക്സ് അതിന് അതിന് കാണാറുണ്ട് കേട്ടാ. അതിന് താങ്ക് യൂടാ. അതൊക്കെ വേണ്ടി ഞാൻ മിഠായൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെ കാല് വേണ്ട, ചെരുപ്പൊക്കെ. സിനിമാഭ്രാന്തൻ. സിനിമാഭ്രാന്തന്റെ എന്താ ആക്ടറാണ്? ഭ്രാന്തൻസ് ഗോട്ട് ടാലന്റ്. ഭ്രാന്തൻസ് ഗോട്ട് ടാലന്റ്. ഇത് തന്നെ നോക്കാൻ പാടുള്ള. പിന്നെ എൻ്റെ പേര് ജാസർ. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. ഇൻസ്റ്റാഗ്രാമിൽ കോമഡി വീഡിയോസ് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇങ്ങനെ പോണ്. പ്രത്യേകിച്ചൊന്നും എന്നെക്കുറിച്ച് അധികം വർണ്ണിക്കാൻ ഇല്ല. ഓക്കെ, ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ചോദിച്ചു. സുഖമായിട്ടിരിക്കുന്നു. ആദ്യം തന്നെ സുഖമായിട്ടിരിക്കുക. ഇപ്പോൾ എന്താണ് പരിപാടി? ഇപ്പോൾ അതുകൊണ്ട് ഫ്രീലാൻസ് ആയിട്ടും കണ്ടന്റ് പ്രൊമോഷൻ പരിപാടികളായിട്ട് നിൽക്കണം. ഈ അഡ്വർടൈസ്മെന്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ അഡ്വർടൈസ്മെന്റ്. ഇപ്പോ ജാസർ ക്ലിക്സ് അതാണ് ഇൻസ്റ്റാഗ്രാമിലെ പേര്. ആ ഒരു ജാസർ ക്ലിക്സ് എന്നുള്ള ആ ഒരു പേരിലേക്കുള്ള ഒരു ജേണി ഉണ്ടാവുമല്ലോ. ആ പേര് എങ്ങനെ ഇട്ടതെന്നാണോ? ഒരാള് ആ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു ജേണി ഉണ്ടാവുമല്ലോ, അതെങ്ങനെയായിരുന്നു? ആ പേരിട്ടത് ഞാൻ പറയാം. ആദ്യം ഞാനൊരു റിയൽമിയുടെ ഒരു ഫോൺ എടുത്ത് +1 പഠിക്കുന്ന ടൈമിൽ. അപ്പോൾ ആദ്യം ഫോൺ വാങ്ങിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പൂച്ചേനെയും ചിത്രശലഭത്തിനെയൊക്കെ ഫോട്ടോ എടുത്ത് നടക്കണ ഒരു പരിപാടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങാം, ക്ലിക്സ്, ജാസർ ക്ലിക്സ്. ഫോട്ടോ ക്ലിക്സ്. ഫോട്ടോ അതന്നെ, ഫോട്ടോ എടുക്കൽ തന്നെ. അപ്പോൾ ഈ ഫോൺ എടുത്ത് ആദ്യത്തെ 2 ദിവസം ഉണ്ടായി അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കൽ. പൂച്ചേനെ ഫോട്ടോ എടുക്കുക, പട്ടീനെ ഫോട്ടോ എടുക്കുക. പക്ഷെ അങ്ങനെ അത് പയ്യെ നിന്ന് പിന്നെ റീൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്ന് അങ്ങനെ വീഡിയോ ഇട്ട് ആ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ഇട്ട പേരാ ക്ലിക്സ് എന്നുള്ളത്. വീഡിയോ എടുക്കുന്ന ടൈമിൽ പിന്നെ അത് മാറ്റാൻ നിന്നില്ല, കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് വീഡിയോ ഇട്ട് അത്യാവശ്യം റീച്ചായി. പിന്നെ പേര് മാറ്റിയില്ല. അങ്ങനെ കുറേ പേര് വിളിച്ചു തുടങ്ങി റോഡിൽ കൂടെ പോകണമെങ്കിൽ ജാസർ ക്ലിക്സ് എന്ന് പറയുമ്പോൾ പിന്നെ പേര് മാറ്റിയില്ല. മ്യൂസിക്കലിലൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇതേ? മ്യൂസിക്കലി അല്ല, ടിക്ടോക്ക് മുതൽ. ടിക്ടോക്കിൽ ഓൺ വോയിസ് ചെയ്തിട്ടില്ല, ഡബ്. സിനിമ നടന്മാരുടെയൊക്കെ ഡബ് ചെയ്ത് പിന്നെ അത് നിരോധിച്ചപ്പോൾ പയ്യെ യൂട്യൂബിൽ നിന്ന് പിന്നെ റീൽസ് വന്നപ്പോൾ യൂട്യൂബിലിടുന്ന വീഡിയോ തന്നെ റീൽസിൽ ഇട്ട് തുടങ്ങിയതാണ് യൂട്യൂബിൽ. പക്ഷേ റീൽസിൽ കൂടി റീച്ച് കിട്ടി തുടങ്ങി. പിന്നെ ഫോക്കസ് ഫുള്ള് റീൽസിലേക്കായി. ഈ ടിക്ടോക്ക് നിരോധിച്ചപ്പോൾ ഒരു അവസ്ഥ എന്തായിരുന്നു? അപ്പം എനിക്കൊന്നും തോന്നിയില്ല, കാരണം അത്ര ഫോക്കസ്ഡ് ഒന്നും അല്ലായിരുന്നു. ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ നേരം പോക്കായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ക്ലാസ്സിലൊക്കെ പോയി ഇങ്ങനെ പിള്ളേരെ വല്ലയിടത്തും തള്ളിയിട്ടിട്ട് ആ വീഡിയോ എടുക്കുക, അങ്ങനത്തെ പരിപാടികളായിരുന്നു. അതിലത്ര ഫോക്കസ് ഒന്നും അല്ലായിരുന്നു. ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ? വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഈ ഇപ്പോൾ ഉള്ള ഈ ഒരു സക്സസ് ആയി നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനുള്ള ഹാർഡ് വർക്ക് എന്താ പറയുക? ഹാർഡ് വർക്ക് എന്ന് പറയാണെങ്കിൽ മിക്കപ്പോഴും വീഡിയോ എടുക്കും. ചെറിയ ടൈം കിട്ടിയാലും വീഡിയോ എടുത്ത് വയ്ക്കും, എപ്പോഴെങ്കിലും ഇടാം. അങ്ങനെ വീഡിയോ ഇടാതിരുന്നിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഒരു 3 കൊല്ലത്തോളം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. മലയാളം ഇങ്ങനെ അത്യാവശ്യം കൺസിസ്റ്റൻസി ഉണ്ടായി എന്നുള്ളതാണ് ഒരു നിഗമനം. ഫസ്റ്റ് എടുത്ത വീഡിയോ ഏതായിരുന്നു ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഷാരൂഖ് ഖാൻ മലയാളം സംസാരിച്ചാലെന്ന് പറഞ്ഞൊരു സാധനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓൺ കണ്ടന്റ് അതിപ്പോ കോമഡി സ്റ്റാർസിൽ പണ്ട് ഏഷ്യാനെറ്റിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അത് വേറെ ആരോ പറഞ്ഞതാണോ, പക്ഷെ അത് ഞങ്ങളുടെ രീതിയിൽ എന്താ ഇതേക്കാക്കോ പിന്നെ കിടക്കൻ മീൻകറി സൂപ്പർ അങ്ങനത്തെ ഒരു സാധനമൊക്കെ വെറുതെ ചെയ്തിട്ട് ഒരു ഓർമ്മയുണ്ട്. അത് ഇപ്പോൾ ആ വീഡിയോ ഇപ്പോൾ കാണാനുള്ള ഇൻസ്റ്റയിൽ. ഇൻസ്റ്റ ഞാൻ കളഞ്ഞെന്ന് തോന്നുന്നു. അത് ഇടുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമോ, ഇത് റീച്ച് ആവും എന്നൊരു പ്രതീക്ഷയിലാണ്? ആ സമയത്തൊന്നും എക്സ്പെക്ടേഷൻസ് ഇല്ല, വെറുതെ ഒരു രസത്തിന് ചെയ്യണതാണ്. ആ വീഡിയോ പക്ഷെ റീച്ച് ആയിരുന്നു കുറച്ച്. അത് കഴിഞ്ഞ് ഇട്ടിട്ട് ഒരു
15 വീഡിയോ കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എക്സ്പെക്റ്റേഷൻസ് വരാൻ തുടങ്ങി. ഈ റീച്ചിന് വേണ്ടി വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയത്. ആൾക്കാരിങ്ങനെ നല്ലത് പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആൾക്കാരെ കൊണ്ട് ഇനിയും നല്ലത് പറയിപ്പിക്കണം, നല്ല വീഡിയോ എടുക്കണം എന്നുള്ള ചിന്താഗതി വന്നു തുടങ്ങി. ഞാൻ ഒരു എല്ലാവരും തിരിച്ചറിയുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കോണ്ടന്റ് ആണ് ചെയ്തു വരുന്നത്, ഞാൻ അങ്ങനെ നല്ല കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് സ്വയം തോന്നിയൊരു ടൈം എപ്പോഴായിരുന്നു? അങ്ങനെ എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അല്ല, നമുക്ക് ആദ്യം ഉണ്ടാവില്ല ഒരു ടെൻഷൻ, അയ്യോ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടാവൂ, ശരിയാവും. അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം ഞാനിങ്ങനെ ഓരോ കണ്ടന്റ് ചെയ്യുമ്പോഴായാലും ഇപ്പോൾ കൊച്ചി ബേസ്ഡ് ചില കണ്ടന്റ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഏത് മൂഡ്, പൊളി മൂഡ്, മച്ചാൻ ഒരു ഷോട്ട് അടിച്ചാല, അങ്ങനത്തെ ഒക്കെ ഒരു താരങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പ്രായമുള്ളവരാണ് കഞ്ചാവാണോ, എന്താ കഞ്ചാവാണോ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ പരിപാടി പറഞ്ഞ് നമ്മളിവിടെ കാണുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഞാൻ കാണുമ്പോൾ ചോദിക്കും, മച്ചാൻ ഒരു 10 രൂപ ഉണ്ടാവും സിഗരറ്റ് വലിക്കാൻ, അങ്ങനെയൊക്കെ ചോദിക്കണേ കാണുമ്പോൾ ഞാൻ അടുത്ത് വീഡിയോ ആക്കാറുണ്ട്. അപ്പോൾ നമ്മളെ കാറ്റഗറിയിലുള്ളവർക്ക് ചിലപ്പോൾ അത് കത്തും. ചില പ്രായ ആൾക്കാരാണ് മോൻ വലിക്കോ ശരിക്കും, ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ എല്ലാവരും തൃപ്തിപ്പെടുത്തി വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, പറ്റേയില്ല. എങ്ങനെയാണ് കോണ്ടന്റ് ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞ പോലെ ഓരോ റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ കണ്ടിട്ട് ഇന്ന് ഇൻസ്പയർ ആയിട്ടാണോ? ഒരു കോണ്ടന്റ് ചെയ്തിറക്കുന്നതിന്റെ മുന്നേ ഉള്ള ഇതൊക്കെ ആയിരിക്കും. പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കും? ഇപ്പോൾ കോണ്ടന്റ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കും? ഡെയിലി ഒന്ന് വെച്ച് പോവുക, അങ്ങനത്തെ സംഭവങ്ങൾ? ഡെയിലി അല്ല, ആഴ്ചയിൽ ഒരു 2-3 മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. ടൈം കിട്ടുമ്പോഴേക്കും ഞാൻ വെറുതെ വീഡിയോ എടുത്ത് വയ്ക്കും. കണ്ടൻസ് എല്ലാം ഞങ്ങളുടെ റിയൽ ലൈഫിൽ നടന്നത് തന്നെ ആവും ഭൂരിഭാഗം. ഞങ്ങളുടെ കൂട്ടുകാരന്മാരുടെ ലൈഫിൽ തന്നെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഇച്ചിരി എക്സാജറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് തന്നെയാണ് കൂടുതലും. അത് ഒറ്റയ്ക്ക് എഴുതി ഉണ്ടാക്കുമോ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യും? എങ്ങനെയായിരുന്നു പ്രോസസ്? ചിലതൊക്കെ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കും. പിന്നെ കുറേ ഗ്രൂപ്പായിട്ടുള്ള കണ്ടന്റൊക്കെ ആണെങ്കിൽ അവരുടേതായ സജഷൻസ് എടുത്ത് അവരുടെ നിന്ന് കുറച്ച് ഡയലോഗ്സ്, കോമഡികളൊക്കെ ആഡ് ചെയ്ത് ചെയ്യും. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആക്ടിങ്, സിംഗിങ്, മിമിക്രി ഒന്നുമില്ല. സ്കൂൾ 10 വരെ ഞാനൊരു ബ്ലാക്ക് ഷീപ്പായിരുന്നു. സത്യമായിട്ട് ഒരു പരിപാടി ഉണ്ടായില്ല. +1 മിമിക്രിക്ക് ആദ്യമായിട്ട് കയറുന്നത്. അത് ഞാൻ ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് മിമിക്രിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായി സൽമാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ വന്നപ്പോൾ അവൻ എൻ്റെ പേര് എഴുതി. എന്നിട്ട് ടീച്ചറിൻ്റെ അടുത്ത് ആകുമ്പോൾ പറഞ്ഞു, ജാസർ മിമിക്രി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, പേര് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല ഈ സംഭവം. യൂത്ത് ഫെസ്റ്റിവലിന് 2 ദിവസം മുമ്പ് ടീച്ചർ മിമിക്രി ജാസർ എന്ന് വെച്ചപ്പോൾ ഞാൻ ഈ പേര് കേൾക്കണം. അപ്പോൾ പിന്നെ മാറ്റാൻ നിന്നില്ല. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി. ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ ന്യൂമാരുടെ അടുത്ത് കാണിക്കും, പക്ഷേ സ്റ്റേജിൽ ചെയ്യാനുള്ള ഒരു സംഭവമില്ല. പിന്നെ ടീച്ചർ എല്ലാവരും കൂടി ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചു. അത്യാവശ്യം A ഗ്രേഡ് കിട്ടി. പിന്നെ അവിടെ നിന്നാണ് എനിക്കൊരു കോൺഫിഡൻസ് ഇങ്ങനെ വന്നു തുടങ്ങിയത്. അത് ഏതാന്ന് ഓർമ്മയുണ്ടോ എന്താ ചെയ്തിരുന്നതെന്ന്? അന്ന് ചെയ്തത് വിനയ് ഫോർട്ട് അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. വിനയ് ഫോർട്ട് ഇപ്പം ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഉള്ളൊരു സാധനം, അതായത് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി, ഇങ്ങനൊരു സ്പേസിൽ വരാൻ സാധിച്ചതിൽ നന്ദിയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നന്ദിയുണ്ട്, അത്രേ ഉള്ളൂ. ഹാപ്പി ഓണം. വേറെ ഇപ്പം അന്ന് ചെയ്തത് തന്നെ ഓർത്ത്. അന്നാവുമ്പോ നമുക്ക് അങ്ങനെ ഭയങ്കരമായ പിന്നെ സുരേഷ് ഗോപി. സുരേഷ് ഗോപി കറക്റ്റ് ആവുമെന്ന് അറിയില്ല കേട്ടോ, വെറുതെ ട്രൈ ചെയ്യണം. എനിക്ക് ഈ സ്ത്രീകള് അതല്ല, എനിക്ക് അവരോടൊന്നും സംസാരിക്കാനില്ല, ഒരു വിഷയം കിട്ടാറില്ല. ഓക്കെ. ഇത് ശരിക്കും ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ചെയ്യുമ്പോൾ എന്തായിരുന്നു ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു? അല്ല, ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു അന്ന് ഞങ്ങളുടെ പ്രായം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇതായിരുന്നു, മിമിക്രിയാ അങ്ങനത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ. എനിക്കും ഉറപ്പില്ല ഇത് ഇവരാണോന്ന്. ഞാൻ പേര് പറയാണ്ടാ ചെയ്യുക. പക്ഷെ അപ്പോൾ അവർ സുരേഷ് ഗോപിൽ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ വർക്കാവണ്ട, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. പിന്നെ അവർ സപ്പോർട്ട് അങ്ങനെ കളിയാക്കിയിട്ടൊന്നുമില്ല, സപ്പോർട്ട് തന്നെ ആയിരുന്നു. ഓക്കെ, നമുക്ക് കോണ്ടന്റിലേക്ക് തിരിച്ചു വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ കോണ്ടന്റിനെ കുറിച്ച് കോൺഷ്യസ് ആവാറുണ്ടോ? അതായത് ഒരു കാര്യം കാണിക്കുമ്പോൾ ഓക്കെ ഇതിന്നൊരു കോണ്ടന്റ് ഉണ്ടാക്കാം. ഇല്ല, അത് വരുന്ന എങ്ങനെ എടുക്കാം? ഇപ്പം ഞാൻ ഇങ്ങനെ വരുന്ന വഴിയാണ് വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോൾ ഒരു കണ്ടന്റ് കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടി ഇങ്ങനെ സൈഡാക്കിയിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ച്. അപ്പം അങ്ങനെ കണ്ടന്റ് കിട്ടാം. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടില്ല, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ കണ്ടന്റ് കിട്ടുക. ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നീട് അടുത്ത് കേൾക്കുമ്പോൾ അതേ വോയിസ് മോഡുലേഷനിൽ എങ്ങനെയാണെന്ന് പറഞ്ഞത് അത് തന്നെ കിട്ടാൻ വേണ്ടി അങ്ങനെ പിന്നെ അതെടുത്ത് കേൾക്കും, ടൈമുള്ളപ്പോൾ ചെയ്യും. അങ്ങനെ തന്നെ.
ഈ ആളുകൾ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്ന മനസ്സിലാക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്താണ് ശരിക്കും? അത് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഞാൻ ഇത്ര നാൾ ചെയ്ത് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ജാസർ ഫ്ലിക്സ് അല്ലേ എന്ന് ഒരു ചെറിയൊരു പയ്യൻ അവൻ എന്തെങ്കിലും ചോദിച്ചു, ചേട്ടാ ഈ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കാണാനില്ലേ ജാസർ ക്ലിക്സ്? അതിന് അതന്നെ കാണാറുണ്ട് കേട്ടാ. അതന്നെ താങ്ക് യൂടാ. അതൊക്കെ വേണ്ടി ഞാൻ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. ഫസ്റ്റ്. അപ്പോൾ ഞാൻ സന്തോഷം ഓക്കെ ഇനിയും കാണണോട്ടാ എന്നിട്ട് ഞാൻ മിഠായി വാങ്ങിച്ചു കൊടുത്ത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതത്ര ഒരു കൊല്ലം മുമ്പോ അങ്ങനെ എന്തോ. പിന്നെ എല്ലാരും ആസ്വദിക്കും. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആസ്വദിക്കാവുന്ന ആളാണ്. അതെ. ഓക്കേ. ഇനി ലൈഫില് എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് സിനിമ കീഴടക്കണം. സിനിമ മാത്രം. ഇപ്പോ അഭിനയിക്കുന്നുണ്ടോ? ഓഫേഴ്സ് വന്നിട്ടുണ്ടോ? അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഓഡിഷൻ പങ്കെടുക്കുന്നു? സിനിമക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്. കണ്ടന്റ് ക്രിയേറ്റർ ആവണം, ഇൻഫ്ലുവൻസർ ആവണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. അത് സിനിമക്ക് വേണ്ടി ഇപ്പോൾ ഒരാൾ പെർഫോമൻസ് വീഡിയോ ചോദിക്കുമ്പോൾ അയച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ അപ്പോൾ ചെയ്ത് വന്നപ്പോൾ ഒരു ഹരം. പക്ഷേ സിനിമക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ്. ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? രണ്ടുപേരും ഇങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും ഓണായിട്ടില്ല. ആവട്ടെ പ്രാർത്ഥിക്കുന്നത്. അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാറുണ്ടോ? ഡെയിലി എന്തായിരിക്കും മെസ്സേജ് ആക്കും. ഈ ആളുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട് അത് അടിപൊളിയായിരുന്നു ഇത് പറഞ്ഞൊരു വീഡിയോ ഏതായിരിക്കും? അത് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ. ഈ നമ്മളിവിടെയൊക്കെ കാണാം കൊച്ചി തന്നെ മച്ചാൻ്റെ ഒരു ഷൂട്ടുണ്ടാ അങ്ങനെ ചോദിച്ച് നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഏത് മൂഡ്? ഒളി മൂഡ്. നമുക്ക് ശാന്തിയാണ് നല്ലത്. ഇപ്പോഴത്തെ ഒരു കാറ്റഗറി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ആണെന്ന് തോന്നുന്നത്. അപ്പൊ അതിങ്ങനെ എപ്പോഴും വരും. അതിന്റെ പാർട്ട് 2 വർക്ക് അങ്ങനെ എപ്പോഴും വരും. മെസ്സേജ് ആയാലും അപ്പൊ ഇനി ഇറക്കണം മെസ്സേജ്. ഇൻബോക്സിൽ ആരാധകരുടെ ശല്യം അങ്ങനെയൊന്നുമില്ല. പെൺപിള്ളേരുടെ ചെറുതായിട്ട് ഇല്ലില്ല. പ്രപ്പോസൽസ് വല്ലതും ഇടക്ക് മതിയല്ലോ. എങ്ങനെയാണത് അതും എൻജോയ് ചെയ്യാം. ലൈഫിൽ വന്നിട്ടുള്ള ഒരു ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ലൈഫിൽ വന്നിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും? ചാലഞ്ചസ് ഇപ്പൊ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവർകം ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ ഓവർകം എന്ന് പറഞ്ഞ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതല്ലാതെ വേറൊന്നും അറിയില്ല. അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിപ്പോ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നില്ല. എന്നാലും ഇതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഉണ്ടാവും. ഇതില്ലെങ്കിൽ ഞാൻ ഈ IT കമ്പനി എനിക്ക് വർക്ക് പോവും, ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്യും. ഇതെനിക്ക് ഒന്നും ഇല്ലെങ്കിൽ അറിയില്ല. ഇത് മാത്രമാണ്. അല്ല ഇപ്പൊ സിനിമ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഇൻസ്റ്റ വഴി ചെയ്യിക്കും. ഈ ഫീൽഡ് തന്നെ ആയിരിക്കും എന്തായാലും. തുടക്കത്തിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് കളിയാക്കാൻ ലൈഫിൽ വന്നിട്ടുണ്ട്? കൂട്ടുകാർ തന്നെ ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെ അത് തമാശക്കായിരിക്കും. വീട്ടിൽ നിന്നൊക്കെ ഫുൾ സപ്പോർട്ടാണ്. അങ്ങനെ നമ്മളെ തളർത്തി കളയുന്ന പോലെ അങ്ങനെ കളിയാക്കിയിട്ടില്ല. അതൊരു ഭാഗ്യം. ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും പുതിയ പ്രൊജക്റ്റ് ഇനിയിപ്പോൾ അടുത്തായിട്ട് നടക്കുന്നുണ്ടോ? അതാണ് ഒരു സിനിമയുടെ ഇങ്ങനെ ഒരെണ്ണം ഓണായില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതെന്താന്ന് അറിയില്ല. ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഓഡീഷൻ ഇഷ്ടംപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അത്? ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഒരെണ്ണത്തിൽ കിട്ടി, സെക്കൻഡ് ഓഡീഷൻ കിട്ടി, തേർഡ് ഓഡീഷനും കിട്ടി. എന്നിട്ട് വിളിച്ചറിയാം 4th ഓഡീഷൻ ഉണ്ട്. അതിനും പോയി അതിനും കിട്ടി. പടം ഇതുവരെ ഓണായിട്ടില്ല. ഈ ഓഡീഷനെ കുറിച്ചാണ് കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഓഡീഷന് പോകുമ്പോ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറെ കാര്യങ്ങൾ. ചിലത് ഫേക്ക് ഓഡീഷൻസ് ആയിരിക്കും. ചിലത് നമ്മള് ലാസ്റ്റ് വരെ എത്തിയിട്ട് പൈസ ഡിമാൻഡ് ചെയ്യും. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ കൂടുതലും ഈ ഞാൻ ഇൻസ്റ്റാ റീൽസ് ഒക്കെ ചെയ്യുന്നതിലും എന്ന് വെച്ചാൽ അതിൽ കൂടെ കുറേ പേര് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓഡീഷന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് ഒരു പടത്തിൻ്റെ ഓഡീഷന് പോയപ്പോൾ ഈ ഇൻസ്റ്റയിൽ കൂടെയും യൂട്യൂബിൽ കൂടെയൊക്കെ കുറേ പേര് ക്യാരക്ടേഴ്സൊക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. പക്ഷേ ഇങ്ങനെ ഓഡീഷന് വന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിർത്താം, അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു പിന്നെ ഇങ്ങനെ ഓഡീഷന് പോയി കഷ്ടപ്പെടുന്ന ഇതിൽ ഇത്തിരി ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുമല്ലോ. അവർക്ക് ആവശ്യമുള്ള ക്യാരക്ടർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഇത്തിരി എളുപ്പമെന്ന് തോന്നി. ഇപ്പം നമുക്ക് ശരിക്കും അയ്യോ ഇത് ഞാനാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് തോന്നുന്ന ടൈപ്പ് വീഡിയോസ് കാണാറുണ്ട്. നമുക്ക് കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് എങ്ങനെയാണ് ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ എല്ലാവർക്കും
മോസ്റ്റ് ഓഫ് ആ സ്വഭാവം ഇപ്പൊ ജാസറിന് ഉണ്ടാവുന്ന ഒരു സ്വഭാവം തന്നെ ആയിരിക്കണം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കോണ്ടന്റ് എങ്ങനെയായിരുന്നു? അത് പറഞ്ഞ എല്ലാവരുടെ ഉള്ളിലും ആ ഒരു സെയിം സംഭവം ഉണ്ടാവും. ഇപ്പോൾ ചെറുപ്പത്തിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കാലാട്ടാൻ പാടില്ല. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. രാത്രി നഖം വെട്ടരുത്, അങ്ങനത്തെ കുറേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചേൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടാവും. അതിങ്ങനെ പയ്യെ പയ്യെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നതിന് ചിന്തിയെടുക്കാം എന്നുള്ളൂ. ഇൻസ്പയർ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഇൻസ്പയർ ഇവരുടെ വീഡിയോ അത് ഞാൻ കുറച്ച് ഫോളോ ചെയ്യുന്നതാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളൊരു കണ്ടന്റ് ക്രിയേറ്റർ അരുൺ പ്രദീപ് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്. പുള്ളിയുടെ കണ്ടിട്ടാണ് ഞാൻ പുള്ളിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടാണ് എനിക്കിങ്ങനെ 2 ക്യാരക്ടേഴ്സായിട്ട് ഞാൻ തന്നെ 2 ക്യാരക്ടേഴ്സായിട്ട് ചെയ്യാം, എനിക്കിഷ്ടമാണ്. പക്ഷേ പുള്ളിയുടെ കണ്ടിട്ടാണ് ഞാൻ അത് പഠിച്ചത്, എങ്ങനെ 2 ഇതായിട്ട് ചെയ്യാം എന്നുള്ള സംഭവം. ഇപ്പൊ സിനിമയുടെ കാര്യം പറഞ്ഞു, സിനിമയിൽ എങ്ങനത്തെ റോള് ചെയ്യാനാണ് ആഗ്രഹം? ഇപ്പോ തുടക്കമാണ് നമുക്ക്. എനിക്ക് കോമഡി ചെയ്യാൻ എനിക്കിഷ്ടം. ഇപ്പോൾ സിനിമയിലായാലും കയറുമ്പോൾ നമുക്ക് കോമഡി ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊരു ഫ്രീഡം, നമ്മുടെ ഒരു സ്പേസ് പോലെ എനിക്ക് തോന്നാറുണ്ട് കോമഡി എന്ന് പറയുമ്പോൾ. സാധാരണ മറ്റു റോളുകളെക്കാളും കോമഡി എന്ന് പറയുമ്പോൾ ഇതെൻ്റെ ഏരിയ, കൊള്ളാം, സേഫ് ആണെന്നുള്ളൊരു സാധനം കിട്ടാൻ പറ്റും. പക്ഷേ എല്ലായിടത്തും വർക്ക് ആവണമെന്നില്ലല്ലേ കോമഡി എന്ന് പറയുന്ന സാധനം? കുറച്ച് റിസ്ക് അല്ലേ ചെയ്യാൻ? പക്ഷേ അറിയില്ല, എനിക്കതൊരു സേഫ് സോൺ ഉണ്ടെന്ന് എപ്പോഴും തോന്നാറ് കോമഡി. എങ്ങനെയാ ഇങ്ങനെ, അത് ഒരു ചോദ്യമാണ് ശരിക്കും, എങ്ങനെയാണ് ഇങ്ങനെ കോമഡി പറയാൻ പറ്റുന്നത്? അവിടെ ഒരു ചളിയല്ലാതെ ചളിയിലേക്ക് പോകാണ്ട് അതിനൊരു കോമഡി എന്ന് പറയുന്നതിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണേ? ചിലപ്പോൾ ചിലത് ചളിയായിരിക്കും, ആൾക്കാർ ചിരിച്ചാലാണെങ്കിലും അറിയില്ല. പക്ഷെ ഒരു ടോൺ ഒരു ചളിയാണെങ്കിൽ ചിലപ്പോൾ അത് പറയണ ഒരു ശൈലി ടോണാവാം. ഞങ്ങൾ ഇവിടെ ഓരോ ഭാഷകളുടെ സ്ലാങ് ഒക്കെ എടുക്കുമ്പോഴും ഞാൻ പല പല സ്ലാങ് വീഡിയോകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ആൾക്കാർ പറയും കൊച്ചി, ഇവിടുത്തെ എറണാകുളം സ്ലാങ്ങാണ് വീഡിയോസിൽ വർക്കാവണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കോമഡി പറയുമ്പോഴായാലും എറണാകുളം സ്ലാങ്ങിൽ പറയുമ്പോൾ ചിലപ്പോൾ അത് കേൾക്കാറുണ്ട് വേറെ സ്ലാങ്ങിൽ പറയുന്നതിനേൽ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്ന ജാസർ ആൻഡ് റിയൽ ലൈഫ് ജാസർ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഒരുപോലെയാണോ? എങ്ങനെയാണ് നിങ്ങൾ ആളെങ്ങനെയാണ്? ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്, സംസാരിക്കുന്നത്? ഞാൻ ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞാൽ ഒരു നമ്മുടേതായൊരു സർക്കിള്. ഇപ്പോൾ എൻ്റെ അറിയാവുന്ന ഒരു കൂട്ടുകാരന്മാർ അവരുടെ ഇടയിൽ ഇപ്പോൾ അവരാദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഇൻട്രോവേർട്ടായിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ അവരായിട്ടൊരു 10 മിനിറ്റ് ഒരു അരമണിക്കൂർ കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവർക്ക് വെറുപ്പാവും. എന്തേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചിരിച്ചോണ്ടേക്ക് ഇരിക്കും, അത് മേത്തിട്ട് അടിക്കുക. തുടക്കത്തിൽ ഭയങ്കര ഇൻട്രോവേർട്ടായിരിക്കും ചിലപ്പോൾ, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര എക്സ്ട്രോവേർട്ടോ, ഒരു മീഡിയത്തിലല്ല, അതാണ് പ്രശ്നം. ലൈഫിൽ ഒരുപാട് തമാശകൾ പറയുന്ന ആളാണോ? തമാശകൾ ഇങ്ങനെ അതന്നെ, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഇരുന്ന് അങ്ങാടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് കുറേ കണ്ടന്റുകൾ കിട്ടും. രാത്രി ഫോൺ വിളിച്ചായാലും ഇങ്ങനെ കോൺഫറൻസ് ഇട്ടൊരു കൂട്ടുകാരന്മാരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്നൊക്കെ തന്നെ അപ്പം തന്നെ കുറേ കിട്ടും കണ്ടന്റ്. ആ ചർച്ചകളിൽ സിനിമ ഒരു ടോപ്പിക്കാണ്. സിനിമയാണ് ടോപ്പിക്ക്. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ലൂസ് ടോക്സ് ചെയ്യുന്ന കിടന്ന കണ്ടന്റുകളാന്ന് പറയാം. അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്യാം, ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ ഷോർട്ട് ഫിലിം ഞങ്ങൾ ഒരു അടുത്ത 2 മാസത്തിനുള്ളിൽ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തൊരു സംഭവം എൻ്റെ 2 ഫ്രണ്ട്സ് ഡയറക്റ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ എന്തൊക്കെ അപ്ഡേഷൻസ് പുതിയ ചോദിച്ചപ്പോൾ അതവര് അപ്പോൾ അടുത്ത 2 മാസം കോട്ടയത്താണ് ഷൂട്ട്. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കണം, അതിൻ്റെ പരിപാടി, മ്യൂസിക്, കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ സിനിമയിൽ വലിയ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. ഇനിയും ഒരുപാട് നല്ല കോണ്ടന്റ്സ് ചെയ്തിട്ട് ഞങ്ങളൊക്കെ ചിരിപ്പിക്കാനും ഒക്കെ ഞങ്ങൾ ആശംസിക്കുകയാണ്. താങ്ക് യു. ഇപ്പോൾ ഏത് പരിപാടിയിലാണ് പങ്കെടുത്തതെന്ന് ഓർമ്മയുണ്ടോ? സിനിമാ പ്രാന്തൻ്റെ എന്താ ആക്ടറാണ്. അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ സിനിമാ പ്രാന്ത് എന്ന് പറഞ്ഞ അക്കൗണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ താങ്ക് യു.